ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലൂടെ ദേവരാഗമായി ചമയവും ചാമരവുമില്ലാത്ത അമരക്കാരനായി ഭരതന്റെ ഓർമ്മകൾക്ക് 24 വയസ്സ്. തൃശൂർ ഏങ്കേക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ ക്യാൻവാസിലേക്ക് പറന്നുയർന്ന അതുല്യ പ്രതിഭ. ചിത്രകലാപഠനത്തിനു ശേഷം അമ്മാവൻ PN മേനോന്റെ കൈപിടിച്ച് ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ഭരതൻ 1972 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയുടെ കലാസംവിധായകനായി. പിന്നീട് 1975 പത്മരാജന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ പ്രയാണം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഈ ചിത്രം അദ്ദേഹത്തിനെ ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി. ഒരിക്കലും മായാത്ത ഭരതൻ മാജിക്കാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. പച്ചയായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഓരോ ഭരതൻ ചിത്രങ്ങളും. നാട്ടിടവഴികളിൽ നാം കണ്ടുമറന്ന ചമയങ്ങളില്ലാത്ത ചിരപരിചിതരായ മനുഷ്യരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ക്യാൻവാസാക്കി അദ്ദേഹം തിരശീലയെ മാറ്റി. ആരവം, ലോറി, തകര, വെങ്കലം, പാളങ്ങൾ തുടങ്ങി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വേറിട്ട മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ലോക ക്ലാസിക്കുകളോട് കിടപിടിക്കുന്ന ദൃശ്യഭംഗിയാണ് ഭരതൻ ചിത്രങ്ങളുടെ മറ്റൊരു മാജിക്. വൈശാലി, താഴ്വാരം എന്നീ ചിത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. മലയാളത്തിലും തമിഴിലുമായി 40ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ഭരതന്റെ സിനിമകൾ സമാന്തര സിനിമകളുടെ നിറക്കൂട്ടുകളായിരുന്നു. വീണ്ടും കേൾക്കാനും മൂളാനും കൊതിക്കുന്ന ഗാനങ്ങളായിരുന്നു ഭരതൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം മറഞ്ഞുവെങ്കിലും 80കളെ മലയാള സിനിമയുടെ കാൽപ്പനിക കാലഘട്ടമാക്കിയ ഭരതൻ ടച്ച് എന്നും മലയാളികളുടെ മനസ്സിൽ മായ. ന്യൂസ് ഡെസ്ക് TCV.